എല്ലാവർക്കും KRN പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിപ്പ് കൊണ്ട് കുറച്ച് ലഡ്ഡു ഉണ്ടാക്കാൻ പോവുകയാണ്. മുമ്പൊക്കെ കടലമാവിലാണ് കൂടുതലും ലഡ്ഡു ഉണ്ടാക്കുന്നതെങ്കിലും റവ, ക്യാരറ്റ് പോലുള്ള സാധനങ്ങളിലും ഒക്കെ ലഡ്ഡു ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ തുവരം പരിപ്പിൽ ലഡ്ഡു ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം തോന്നും, പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ ശരിയാകുമോ എന്ന്. കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കാം, ലഡ്ഡു നന്നായിരിക്കും. ഞാനിവിടെ ലഡ്ഡു ഉണ്ടാക്കാനായി എടുത്തു വെച്ചിരിക്കുന്നത് സാമ്പാർ വയ്ക്കാൻ ഉപയോഗിക്കുന്ന തുവരം പരിപ്പാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ കുതിർക്കാനായി വെച്ചിരിക്കാം. പരിപ്പ് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുവിധം അരഞ്ഞാൽ മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പരിപ്പ് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത പരിപ്പ് മുഴുവനും ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു തട്ടും വെച്ചിട്ട് അതിലോട്ട് മാവ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ പരിപ്പും ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. കാണാൻ നല്ല മഞ്ഞ ഇഡ്ഡലി പോലെയുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊടിയാൻ പാടില്ല. അങ്ങനെ പൊടിഞ്ഞാൽ പിന്നെ കുഴച്ച മാവ് പോലെയാവും. ഞാനിവിടെ പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് പൊടിച്ചാൽ മതി. ഇനി ഈ പൊടിയെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പൊടി വറുത്തെടുക്കാനായിട്ട്. ഈ സാമ്പാർ പരിപ്പിൻ്റെ ടേസ്റ്റ് മാറി ലഡ്ഡുവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് നെയ്യാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അത് ആദ്യമേ തന്നെ മുഴുവനും ഒഴിക്കണമെന്നില്ല. വറുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുത്താലും മതി. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് അതിൽ മുന്തി നിൽക്കും. പൊടി നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ആ പാനിലോട്ട് ലഡ്ഡുവിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കാം. പഞ്ചസാര അലിഞ്ഞു വരുമ്പോൾ കുറച്ച് ഏലക്കായും ഗ്രാമ്പുവും കൂടെ പൊടിച്ചത് ഇതിലോട്ടിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. പഞ്ചസാര അലിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. വറുത്തു വച്ചിരിക്കുന്ന പൊടി കുറച്ചായി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം, കൂട്ടി വയ്ക്കാൻ പാടില്ല. ഈ സമയം കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഉരുളകളാക്കി എടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഞാൻ ഇതിലൊട്ടും തന്നെ കളറൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ ഉരുട്ടിയെടുത്തപ്പോൾ ഒരു നല്ല കളറുണ്ട്, അത്യാവശ്യം നല്ല കളറുണ്ട് ലഡ്ഡുവിൻ്റെ. അങ്ങനെ ഇവിടെ പരിപ്പ് കൊണ്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.